നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപകടം പിന്നാലെ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയും. അതൊക്കെ സാറിന്റെ തോന്നല. ഡാഡി സ്വാമിയോട് പറഞ്ഞിരുന്നോ ഞങ്ങളുടെ യാത്രയെ പറ്റി? പറഞ്ഞാലെന്താ? പറയേണ്ടിയിരുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ബോധിപ്പിക്കാൻ സ്വാമി ആരാ? സ്വാമി അറിഞ്ഞിരിക്കണം. കാരണം സ്വാമി ഈ വീട്ടിലൊരു ബന്ധു തന്നെയാണ്. എനിക്ക് എന്തായാലും ഒരു ബന്ധവും ഇല്ല. എന്തെങ്കിലും ബന്ധം ഉള്ളതായിട്ട് എനിക്ക് അറിവുമില്ല. ഇത്രയും കാലം ഈ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിന്നയാളാണ് സ്വാമി. ഈ കുടുംബത്തിന് വേണ്ടി സ്വാമി എന്ത് ചെയ്തെന്നാ ഡാഡി പറയുന്നത്? ഡാഡിയുടെ ഒരു ആശ്രിതനായി നിന്നു. അതിന്റെ പ്രയോജനം സ്വാമിക്കും ഉണ്ട്. അല്ലാതെ സ്വാമി ഒരു സാത്വികനാണെന്നോ സന്യാസിയാണെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പറ്റുമെങ്കിൽ സ്വാമിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡാഡി ഒന്ന് പരിശോധിക്കേ. ഏതൊക്കെ പൈസ ഏതൊക്കെ അക്കൗണ്ടിലേക്ക് മറിഞ്ഞിട്ടുണ്ടെന്ന് അപ്പ അറിയാൻ പറ്റും. അനാവശ്യം പറയരുത്. എന്റെ കയ്യിൽ നിന്ന് ചെലവിന് മാത്രം പൈസ വാങ്ങി ജീവിക്കുന്ന ആളാണ് സ്വാമി. മാത്രമല്ല, എനിക്ക് നേരെ ഏത് ശത്രു വന്നാലും ആ ശത്രുവിനും എനിക്കും ഇടയിൽ ഒരു മതില് പോലെ സ്വാമി നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് സ്വാമിയെ കുറ്റപ്പെടുത്തിയും സംശയിച്ചുള്ള സംസാരമൊന്നും ഇവിടെ വേണ്ട. അപ്പൊ എങ്ങനെയാ നിരഞ്ജൻ, പോയിട്ട് നാളെ തന്നെ തിരിച്ചു വരുമോ? ഇല്ല സർ, നാളെ അവിടെ സ്റ്റേ ചെയ്തിട്ട് മറ്റന്നാൾ തിരിച്ചു പോരാന്നാ കരുതുന്നത്. അതാ നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, വഴിയിൽ ആരൊക്കെ എന്തൊക്കെ കെണികളാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. എന്നെ കിട്ടിയില്ലെങ്കിൽ സ്വാമിയെ തന്നെ വിളിക്കണം. പിന്നെ ആ പരുന്തിനോടും കൂട്ടരോടും ഒന്നും നിങ്ങൾ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞാലെന്താ? ഞാൻ നിന്നോടല്ല ചോദിച്ചത്, നിരഞ്ജനോടാ. ആ, മോളെ കാണാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവരോട് പറയാൻ നിൽക്കണ്ട. നിരഞ്ജൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ 50 ലക്ഷം നഷ്ടപ്പെട്ടതിന്റെ പിന്നിൽ എനിക്ക് അവർ നല്ല സംശയമുണ്ട്. നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള യാത്രയെപ്പറ്റിയൊന്നും അവരറിയണ്ട. കാരണം ക്രിമിനലുകളുടെ യഥാർത്ഥ സ്വഭാവം എപ്പോഴാ പുറത്തു വരികയെന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ നോക്കിക്കോളാം സർ. എന്നാ പിന്നെ രണ്ടുപേരും ബുദ്ധിമുട്ടി എന്റെ മുന്നിൽ നിൽക്കണമെന്നില്ല. ചേച്ചിമേ, അല്ല പ്രേമിച്ചി. എന്റെ പൊന്നു ചന്ദ്രമോളെ, നീ എന്നെ എന്തെങ്കിലും ഒന്ന് വിളിക്ക്. അതൊന്നും പറ്റില്ല. ഞാൻ എന്റെ ഇഷ്ടം പോലെ വിളിക്കും. ആ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നീ നിന്റെ ഇഷ്ടം പോലെ വിളിച്ചോ. എന്നാ പറ്റി? മുഖത്ത് ചന്ദ്രൻ ഉദിച്ച പോലെ പ്രകാശമുണ്ടല്ലോ. ഇപ്പൊ അച്ഛൻ വിളിച്ചിരുന്നു. അച്ഛന്റെ പൊന്നുമോൾ ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു എന്നറിയാനായിരിക്കും അച്ഛൻ വിളിച്ചതല്ലേ? അക്കാര്യത്തിലൊന്നും അച്ഛൻ ഒരു സംശയമില്ല. ഞാൻ എന്റെ വീട്ടിലെക്കാളും സന്തോഷത്തിലാ ഇവിടെ കഴിയുന്നതെന്ന് അച്ഛൻ അറിയാം. ഇതും എന്റെ വീട് തന്നെയല്ലേ? പിന്നെ അല്ലാതെ, അതിലൊരു സംശയവും വേണ്ട. ചിലപ്പോ അടുത്ത ആഴ്ച അച്ഛൻ ഇങ്ങോട്ട് വരും. ആഹാ, അത് പറയാനാ വിളിച്ചത്. ആഹാ, അത് നന്നായല്ലോ. ആ, എന്തിനാ അടുത്ത ആഴ്ച ആക്കുന്നത്? നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറ. അച്ഛൻ റിട്ടയർ ആയെങ്കിലും തിരക്കിന് കുറവൊന്നുമില്ല ചേച്ചിയമ്മ. നാട്ടിൽ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകന്. അതിനോടനുബന്ധിച്ച് എന്തൊക്കെയോ പരിപാടികളുണ്ട് ഈ ആഴ്ച. അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരാന്നാ പറഞ്ഞത്. എന്തായാലും അച്ഛൻ വരട്ടെ. മോൾ ഈ കാര്യം കയ്യോട് സിദ്ധുനോട് ചെന്ന് പറഞ്ഞേക്ക്. ഇനി സിദ്ധുവിന് ഇഷ്ടപ്പെടാതിരിക്കുമെന്നാ എന്റെ പേടി. ചന്ദ്രമോളുടെ അച്ഛൻ വരുന്നേലേ സിദ്ധുവിന് എന്ത് ഇഷ്ടക്കേടുണ്ടാവാനാ? അവന് സന്തോഷമേ കാണൂ. ചെല്ല് മോള്, ചെല്ല്, ചെല്ലടി. ഞങ്ങള് പോകുന്നതിന് ശേഷം അവിടെ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ആ, നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാന്നൊക്കെ പറയുന്നത് കേട്ടു. അത് വിട് ദേവികെ, അക്കാര്യം നമുക്ക് സംസാരിക്കണ്ട. ഞങ്ങള് വന്നതില് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായോന്നാ ഞാൻ ചോദിച്ചത്. എന്ത് ഇഷ്ടക്കേട്? വന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ. സുധിയേട്ടൻ വന്ന പോലെ തോന്നിയെന്നാ അച്ഛനും അമ്മയും പറഞ്ഞത്. സുധിയേട്ടന്റെ ഹൃദയത്തിന് കാവലായിട്ട് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയെന്നാ മുത്തശ്ശിയുടെ അഭിപ്രായം. അത് പിന്നെ എനിക്കുള്ള കുത്താന്ന് എനിക്കറിയാം. സാരില്ല. ഓ, ചന്ദ്രലേക്ക് വിളിക്കുന്നല്ലോ.
ഫോൺ വെച്ചോ സിദ്ധു, ഞാൻ പിന്നെ വിളിക്കാം. അതിന് ദേവിക എന്തിനാ ഫോൺ വെക്കുന്നേ? അല്ല അല്ല, അത് ശരിയാവില്ല സിദ്ധു. നിങ്ങൾ സംസാരിച്ചിരിക്കേ, അതിനിടയ്ക്ക് വെറുതെ എന്നോട് സംസാരിച്ച് ആ കുട്ടി വെയിറ്റ് ചെയ്യിക്കണ്ട. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെന്ന് ആ കുട്ടിക്ക് തോന്നുകയും വേണ്ട. സിദ്ധേട്ടാ, എന്താ ചന്ദ്രേ? എന്റെ അച്ഛൻ വരുന്നുണ്ട്. എന്ന്? ഒരാഴ്ചക്കകം എന്നാ പറഞ്ഞത്. ഇവിടെയുള്ള എല്ലാവരെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് സിദ്ധുവേട്ടനെ. ഞാനിവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതില് അച്ഛന് വലിയ സന്തോഷ. ആ, ചന്ദ്രയുടെ അച്ഛൻ വരട്ടെ. എന്റെ അച്ഛൻ വരുന്നതില് സിദ്ധുവേട്ടന് സന്തോഷമില്ലേ? അതിലെത്ര സന്തോഷിക്കാൻ എന്താ? ചന്ദ്ര താമസിക്കുന്ന വീട്ടിലേക്ക് ചന്ദ്രയുടെ അച്ഛൻ വരുന്നു, അത്രയല്ലേ ഉള്ളൂ. ഓ അങ്ങനെ. എന്തായാലും അച്ഛൻ ഇങ്ങോട്ടൊന്ന് വരട്ടെ. സിദ്ധുവേട്ടൻ കഴിക്കാൻ വരുന്നില്ലേ? അതോ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വരണോ? വേണ്ട, ചന്ദ്ര ചെല്ല്. കഴിക്കാറാവുമ്പോ ഞാൻ അങ്ങോട്ട് വന്നോളാം. എന്തു പറ്റി? മുഖത്തെ ചന്ദ്രകല ഇത്തിരി മാഞ്ഞിട്ടുണ്ടല്ലോ. സിദ്ധുവിന്റെ അടുത്തേക്ക് പോയപ്പോഴുള്ള അത്ര സന്തോഷം ഇല്ലല്ലോ മുഖത്ത്. ഏയ് ഒന്നുമില്ല. ചേച്ചിയമ്മയോട് പറയേ. അല്ല, അച്ഛൻ വരുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിച്ചത്ര ആവേശം സിദ്ധുവേട്ടനിൽ കണ്ടില്ല. പിന്നെ അവൻ എപ്പോഴും അങ്ങനെയല്ലേ, എല്ലാത്തിനും ഒരു സാമട്ട. മോൾ അതൊന്നും കാര്യാക്കണ്ട. ഞാൻ ചെല്ലുമ്പോ ഫോണിൽ സംസാരിക്കായിരുന്നു. എനിക്ക് തോന്നിയത് ദേവിക ചേച്ചിയാണെന്നാ. ഓ, അത് പിന്നെ ചില സമയത്തെ ദേവിക ഒരു വഹന്തയാ. അത് വേറൊന്നും അല്ലെന്നേ, ഭർത്താവിന്റെ ഹൃദയം ഇവിടെ അല്ലയോ. ആ പിന്നെ ഞാൻ മോളോട് ഒരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ആ പൊന്നുമണി എന്ന് പറയുന്ന ആ നശൂലത്തിന്റെ കേസുണ്ടല്ലോ, അത് നൈസായിട്ടങ്ങ് വിട്ടേക്കണം.